മിൻ അജിലി ദാലിക് ഇക്കാരണത്താൽ, അല്ലദീ എങ്ങനത്തെ കാരണത്താൽ, ഫഅലഹു അദ്ദേഹം ചെയ്ത ഇക്കാരണത്താൽ, ഫഅലഹു കാബീലന് ചെയ്തു അക്കാരണത്താൽ, കതബനാ നാം നിർബന്ധമാക്കി, അലാ ബനി ഇസ്രായീൽ ബനി ഇസ്രായേലുകാരുടെ മേലെ നാം നിർബന്ധമാക്കി, അന്നഹു ഐഷഅൻ, അന്നഹു എന്ന് വെച്ചാൽ നിശ്ചയം കാര്യം, മൻ ഖതല ആരെങ്കിലും കൊന്നാൽ, നഫ്സൻ ഒരു ശരീരത്തിന്, ബിഗൈരി നഫ്സിൻ ഒരു നഫ്സിന് പകരമല്ലാതെ, അതായത് ഖതലത്ത് ഹാ ഈ നഫ്സിനെ കൊന്നു, അല്ലെങ്കിൽ വേറൊരു നഫ്സിനെ കൊന്നു ഒരു നഫ്സ്, അങ്ങനെ അല്ലാതെ വെറുതെ അകാരണമായിട്ട് വേറൊരു നഫ്സിനെ ഒരു നഫ്സ് കൊന്നു, ഒരാളെ വേറൊരാൾ കൊന്നു, പകരത്തിന് പകരം എന്നല്ല, കിസാസൊന്നുമല്ല. ഔ ബിഗൈരി ഫസാദി അതാഹു, അല്ലെങ്കിൽ ഒരു ഫസാദിന് പകരമായിട്ടല്ലാതെ, എങ്ങനത്തെ ഫസാദ്, ഒരു കുഴപ്പത്തിന് പകരമായിട്ടല്ലാതെ, അതാഹു അതിനെ അദ്ദേഹം ചെയ്തു. ഒരാൾ ചെയ്ത ഒരു ഫസാദിന് പകരമല്ലാതെയോ, അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ കൊന്നതിന് പകരമായിട്ടോ അല്ലാതെ, ഫിൽ അർലി ഭൂമിയിൽ ആരെങ്കിലും കൊന്നാൽ, ഈ ഫസാദ് എന്ന് വെച്ചാൽ എന്തിനാൽ, മീൻ കുഫ്ർ പുലർത്തി, ഔ സിന അല്ലെങ്കിൽ വ്യഭിചരിച്ചു, സിനയാൽ, ഔ ഖത്ഇ തരീഖിൻ അല്ലെങ്കിൽ വഴികൊള്ള, വനഹവി അത് കാരണത്താലക്കാം. നമുക്കറിയാം കാഫിറായാലും മുർത്തദായാലും കൊല്ലും. സിന സാനി മുഹ്സനാണെങ്കിൽ, അതായത് വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ് പിന്നീട് വ്യഭിചരിക്കുന്നതിനെ കൊല്ലും, എറിഞ്ഞു കൊല്ലും. ഖത്ഇ തരീഖാണെങ്കിലും എറിഞ്ഞു കൊല്ലും, പിന്നെ കൈവെട്ടും, അങ്ങനത്തെ പല കഠിനമായ ശിക്ഷകളാണുള്ളത്. വനഹവി അതുപോലുള്ള കൊല നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ട്. കൊന്നില്ലെങ്കിലും ഇതിലൊക്കെ കൊല നിർബന്ധമാണ്. അപ്പോൾ ഒരാളെ കൊന്നാൽ കിസാത്ത് ഉണ്ടാവും, അല്ലാതെ ഇത്തരം പ്രവർത്തനം എടുത്താൽ കൊലപാതകം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും, കൊല്ലാന്നുള്ള ശിക്ഷയായിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും അല്ലാതെ ആരെങ്കിലും കൊന്നാൽ, ഫക അന്നമാ ഖതല അവൻ കൊന്നതുപോലെയാണ്, അന്നാസ് ജനങ്ങളെ, ജമീഅ അവർ തന്നെ മുഴുവനായ നിലക്ക് മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ്. ബനി ഇസ്രായേലിൻ്റെ മേലുള്ള നിയമം അങ്ങനെയായിരുന്നു. അവൻ അഹിയാഹ, ഇനി ആരെങ്കിലും ഒരു നഫ്സിനെ, ഹാന്ന് വെച്ചാൽ ആ നഫ്സിനെ ജീവിപ്പിച്ചാൽ, അതായത് ജീവിപ്പിച്ചാന്ന് വെച്ചാൽ നോക്കിക്കുക അതിൻ്റെ രൂപം, ബി അൻ ഇന്ധന അവൻ വിലങ്ങൽ കൊണ്ട്, മീൻ കത്തിരിഹ ആ നഫ്സിനെ കൊല്ലുന്നതിന് തൊട്ട്, ഒരാൾ കൊല്ലാൻ വേണ്ടി നിന്ന് പിന്നെ കൊല്ലാതെ വിട്ടു, അതാണ് ജീവിപ്പിക്കുക. അല്ലാതെ ജീവൻ ആർക്കെങ്കിലും നൽകാൻ കഴിയുമോ? ഇല്ല. അപ്പം കൊല്ലാതിരുന്നാൽ ഫകഅന്നമാഹിയന്നാസ ജമിയ, അവൻ സർവ്വ ആളുകൾക്കും എന്താണ് ജീവൻ നൽകിയതുപോലെയാണ്, അതായത് സർവ്വ ആളുകളെയും കൊല്ലാതിരുന്നത് പോലെയാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഹൈസു ഇന്തിഹാഖു ഹുർമതിഹാ വ സൗനിഹാ, ഇതൊക്കെ ഏത് ഹൈസ്യത്തിലൂടെയാണ്? മിൻ ഹൈസു ഇന്തിഹാഖു ഹുർമതിഹാ, ആ നഫ്സിൻ്റെ പവിത്രതയെ ഹനിക്കുന്നു എന്ന ഹൈസ്യത്തിലൂടെ, ഓ സൗനിഹ അതിൻ്റെ സംരക്ഷണം, അതായത് ജീവിക്കാനുള്ള ജീവിക്കുന്നതിലായിട്ടുള്ള അതിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാവുമല്ലോ, അതായത് ജീവിക്കുന്ന ഒരു സാധനത്തിൻ്റെ ജയപടിക്ക് വിടുക, ജീവിക്കുന്ന ആ ഒരു നിലക്ക് വിടുക, ആ ഒരു സംരക്ഷണം അതിൻ്റെ പവിത്രത അതിനെയൊക്കെ ഹനിക്കുക എന്ന ഒരു രൂപത്തിലൂടെയാണ് ഈ ശിക്ഷ. വലഖദ് ജാഅഹും തീർച്ചയായും ജാഅത്ഹും അവർക്ക് വന്നിട്ടുണ്ട്, ഈ ബനി ഇസ്രായേലിയർക്ക് വന്നിട്ടുണ്ട്, റുസുലിന നമ്മളുടെ മുർസലീങ്ങളെ ബിൽ ബൈനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, അതായത് അൽ മുഅ്ജിസാത്തി അമാനുഷിക കഴിവുകളുമായിട്ട്, ഇന്ന കസീറം മിൻഹും പിന്നെ അതിലധികം ആളുകളും ബഅദ ദാലിക അതിൻ്റെ ശേഷവും ഫിൽ അർദി ഭൂമിയിലെ മുസ്രിഫൂൻ എന്താണ് ഓവറാക്കുന്നവരാണ്, ഇസ്റാഫ് അല്ലേ, അതായത് മുതജാവിസൂൻ അൽ ഹദ്ദ പരിധിയെ ലംഘിക്കുന്നവരാണ്, ബിൽ കുഫ്രി സത്യനിഷേധം കൊണ്ടും, അൽ ഖത്ൽ കൊലപാതകം കൊണ്ടും, വഗൈരി ദാലിക അതല്ലാത്തത് കൊണ്ടും. വനസല ഇറങ്ങി ഉർണിയ എന്ന ഗോത്രത്തിലേക്ക് ചേർത്തിട്ടാണ്, ഉർണിയ് എന്ന് പറയാൻ ജമ്മാണ് ഉർണിയ്. അപ്പം ഈ ഉർണിയ ഗോത്രക്കാരുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ് ഈ ആയത്ത്. ശേഷം പറയാൻ പോകുന്നത്, എപ്പോൾ ലമ്മ കദിമുൽ മദീന അവർ മദീനയിൽ വന്നപ്പോൾ, ബഹുമർല അവർ തന്നെ രോഗികളായ നിലക്കാണ് വന്നത്. ഫഅദിന ലഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സമ്മതം നൽകി, അയ്യഖ്റുജു ഇലൽ ഇബ്ലി ഒരു ഒട്ടകത്തിൻ്റെ അടുക്കലേക്ക് ചെന്നോളാൻ പറഞ്ഞു. എന്നിട്ട് വയശ്റബൂ മിൻ അബുവാലിഹ അതിൻ്റെ മൂത്രമൊക്കെ കുടിച്ചോളാൻ പറഞ്ഞു, അൽബാനിഹ അതിൻ്റെ പാലും കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കാൻ പറ്റുമോ, മൂത്രം കുടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയുള്ള ഖിലാഫൊക്കെ ഈ ഹദീസിൽ നിന്നാണ് വരുന്നത്. തുർമുദിയൊക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. തുർമുദി കിതാബുൽ അത്ഇമത്ത് അതിൻ്റെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഫലമ്മ സഹു അവരെല്ലാം ആരോഗ്യം പ്രാപിച്ചപ്പോൾ, അല്ലേ, ആരോഗ്യം വീണ്ടെടുത്തു, രോഗമെല്ലാം മാറി, എല്ലാം തരം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു, ഖതലൂ റായിയ അത് ആ ഒട്ടകത്തിൻ്റെ ഇടയനെ കൊന്നു.
വസ്താഖൂ ഇബില, അവരെ ഒട്ടകത്തിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി, അവിടെ നിന്ന് തെളിച്ചുകൊണ്ട് പോയി അവരുടെ നാട്ടിൽ. അങ്ങനെ ഇന്നമാ ജസാ, അവരെ പറ്റി പറഞ്ഞ ഇന്നമാ ജസാ ഉല്ലദീന, പിന്നെ നബി ആളെ വിട്ട് പിന്നെ അവരെ വേണ്ട നടപടിയൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ഇറങ്ങിയ ആയത് ഇന്നമാ ജസാ ഉല്ലദീന, ഇന്നമാ ജസാ പ്രതിഫലം അല്ലദീന, ഒരു കൂട്ടരുടെ പ്രതിഫലം യുഹാരിബൂൻ അല്ലാഹ, അള്ളാഹുവിനോട് അവരെന്ത് ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു, വറസൂലഹ് അള്ളാഹുവിൻ്റെ റസൂലിനോടും, ഈ മുഹാറബത്തിൽ മുസ്ലിമീൻ, അള്ളാഹുവിനോട് അള്ളാഹിൻ്റെ റസൂലിനോട് എങ്ങനെ യുദ്ധം ചെയ്യുന്നത്, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യൽ കൊണ്ട് ഹാറബ. എന്നിട്ട് വയസ് ഔന ഫിൽ അർളി, ഭൂമിയിൽ അവർ യസ് ഔന പരിശ്രമിക്കുന്നു, ഫിൽ അർളി അല്ലേ ഭൂമിയിൽ, ഫസാദ കുഴപ്പമുണ്ടാക്കാനും അവർ പരിശ്രമിക്കുന്നു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും അവർ പരിശ്രമിക്കുന്നു. അവിടെ ആ ഹർബ് യുദ്ധം എന്നാണ് ഹാറബയുടെ അർത്ഥം. നോക്കട്ടെ, അങ്ങനെ തന്നെ യുദ്ധം ചെയ്യാന്ന് തന്നെ ഹാറബ. അപ്പം അങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും പരിശ്രമിക്കുന്ന ആളുകൾ ഏത് നിലക്ക് അവർ തന്നെ വഴി കൊള്ളയടിക്കുന്നു, അങ്ങനെയുള്ളവർക്കുള്ള പ്രതിഫലം യുഖത്തലു, അവരെ കൊന്നൊടുക്കപ്പെടൽ തന്നെയാണ്. ഔ യുസല്ലബു, അല്ലെങ്കിൽ അവരെ ക്രൂശിക്കപ്പെടലാണ്. ഔ തുഖത്ത ഐദിയും, അല്ലെങ്കിൽ അവരുടെ കരങ്ങളെ മുറിക്കപ്പെടലാണ്. അർജുനും അവരുടെ കാലുകളെ മുറിക്കപ്പെടുക, മീൻ ഖിലാഫ് വിപരീതത്തിൽ, വലത് കാല് ഇടത് കൈ അങ്ങനെ, പിന്നെയാണെങ്കിൽ ഇടത് കാല് വലത് കൈ അങ്ങനെ, അല്ല വലത് കൈ ഇടത് കാല്, ഇടത് കൈ വലത് കാല്, ആ ഒരു രൂപത്തിൽ അങ്ങോട്ട് ഇപ്പുറമായിട്ട്. അതായത് ഐദീഹിമുൽ യുംന വ അർജുലുഹിമുൽ യുസ്ര, അങ്ങനെ ആദ്യം ചെയ്യും. അതായത് ആദ്യം ഇവർ വഴി കൊള്ളയടിക്കുമ്പോൾ എന്താണ് ചെയ്യുക, അപ്പോൾ ഓരോന്നിനും ഓരോ സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെ ഖിലാഫിലൂടെ, അതായത് വിപരീതത്തിലൂടെ കൈകാലുകളെ മുറിക്കലെന്ന് വെച്ചാൽ അതിൻ്റെ രൂപം ഇങ്ങനെ അവരുടെ വലത് കൈകളെ മുറിക്കുക, പിന്നെ അതിനോടൊപ്പം ഇടത് കാലുകളെയും മുറിക്കുക. അപ്പം ചിലപ്പോൾ ആ ഒരു ശിക്ഷയായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ക്രൂശിക്കപ്പെടലുണ്ടാവുക, ചിലപ്പോൾ കൊന്നെടുക്കലാണ്. അപ്പോൾ ഓരോന്നിനും ഇപ്പം വഴി കൊള്ളയടിക്കാരിൽ ചിലപ്പോൾ എന്താണ് പൈസ എടുക്കാതെ ആളുകളെ കൊല്ലുക മാത്രം ചെയ്യും, അല്ലെങ്കിൽ ആളുകളെ കൊല്ലാതെ പൈസ മാത്രം എടുത്തിട്ട് വിടും, അല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ശക്തമായ ശിക്ഷയാണ്. അപ്പോൾ 3 രൂപ അപ്പം പറഞ്ഞ് കൊല്ലുക, ക്രൂശിക്കുക. പിന്നെ ക്രൂശിക്കുക എന്ന് വെച്ചാൽ വളരെ ശക്തമാണ്, കൊന്നിട്ട് അല്ല കൊല്ലുകയും ചെയ്യും, കുരിശിലേറ്റുകയും ചെയ്യും. അതിൻ്റെയൊക്കെ പല രൂപങ്ങളും ഫത്തുൽ മീനിലൊക്കെ വിവരിക്കുന്നുണ്ട്. പിന്നെ കൈകാലുകളും മുറിക്കൽ മാത്രം, അത് മോഷ്ടിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്, മോഷണം മാത്രം, ആളുകളെ വെറുതെ വിടുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ശിക്ഷ. യൂണിഫോമില്ല അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിന്നും ആ നാട്ടിൽ നിന്നും കടത്തുക. യൂണിഫോമിൽ അറുതെന്ന് വെച്ചാൽ നാട് കടത്തുക എന്നർത്ഥം. മിന്നൽ അറുതി ആ നാട്ടിൽ നിന്നും നാട് കടത്തുക. ഔ ലി തർത്തീബിൽ അഹ്വാലി, ഈ ഔ എന്തിനാണ്? തർത്തീബിൽ അഹ്വാലി, ഈ അവസ്ഥകളെ തർത്തീബാക്കാൻ വേണ്ടി, ഓരോ ക്രമത്തിനനുസരിച്ച്. അപ്പം ഫൽ കത്തുലു, ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലേ, നോക്കിയില്ലായിരുന്നു. ഫൽ കത്തുലു, കൊലപാതകം എന്നുള്ളത് ലിമൻ കത്തല ഫഖത്ത്, കൊല്ലുക മാത്രം ചെയ്ത വഴികൊള്ളയടിക്കാർ, ഒരു കൂട്ടം വഴികൊള്ളയടിക്കാർ, അവർ കൊല്ലുക മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ അവർക്ക് എന്താണ്, കൊല്ലുകയും ചെയ്യാം. ഇനി വസുൽബു, ക്രൂശിക്കുക എന്നുള്ളത് ആർക്കാണ്? ലിമൻ കത്തല ആഹദൽ മാല, ആളുകളെ കൊല്ലുകയും ചെയ്ത് അവർ ആ പണം അപഹരിക്കുകയും ചെയ്തു, അങ്ങനെയുള്ളവർക്കാണ് ഈ സൽബ്, ക്രൂശിക്കുക, കുരിശിൽ ക്രൂശിക്കുക. വൽ കത്തു, കൈകാലുകൾ ഓപ്പോസിറ്റായിട്ട് മുറിക്കുമെന്ന് പറഞ്ഞില്ല, അത് ലിമൻ അഹദൽ മാല, പൈസ എടുത്തു, പണം കവർന്നു, പക്ഷേ വലമയക്കത്തില്ല, ഒന്നൊന്നുമില്ല. പിന്നെ വൻ നഫിയു, നാട് കടത്തലോ, അത് ലിമൻ ഹാഫ് ഫക്കത്ത്, ആളുകളെ പേടിപ്പിക്കുക മാത്രം ചെയ്തു. വഴികൊള്ളയടിക്കാർ ഒന്നും ചെയ്തില്ല, ആളുകളെ കൊല്ലുകയും ചെയ്തില്ല, പൈസ എടുത്തില്ല, അതിന് പോകുന്ന ആളുകളെ പേടിപ്പിച്ചു. അങ്ങനെയുള്ളവർക്ക് എന്താണ്? നാടുകടത്തലാണ് ശിക്ഷ. കാലഹുബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞത്. വാലിഹി ഷാഫിമാ ഇതിന് മേലാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള അതിൽ രൂപങ്ങളിലൊക്കെ. എന്തായാലും അസഹു കൗലൈഹി, ഷാഫിമാമിൻ്റെ 2 കൗലിൽ അസഹായ കൗലേതാണ്? അന്ന സൽബ സലാസ ബഅദൽ ഖത്ൽ, സൽബ് ക്രൂശിക്കുക എന്നുള്ളത് സലാസൻ 3 ദിവസം, ബഅദൽ ഖത്ൽ കൊന്നതിൻ്റെ 3-ാം ദിവസമാണെന്നോ, അല്ല വക്കീല കബലഹു കലീല, കൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കണം ക്രൂശിക്കേണ്ടതെന്ന്. കൊന്നിട്ട് 3 ദിവസം
കുരിശിലിടലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു അത് അസഹായ കൗല്. ഇനി അതിൻ്റെ മുക്കാബലയാണ് കൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ക്രൂശിക്കുകയെന്ന്. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പിന്നെ വയുൽഹഖു ബിൻ നഫി, ഈ നാട് കടത്തിനോട് കിയാസാക്കപ്പെടും. മാ ഒന്നിനെ അഷ്ബഹു, അതിനോട് സദൃശ്യമായത്, ഫിത്ത് തൻകീൽ, ശിക്ഷിക്കുന്നതിൽ, മിനൽ ഹബസി, തടവിലിടലിനാൽ, വകൈരി, അതല്ലാത്തിന്. അപ്പം നാട് കടത്തുക എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അതിനോട് കിയാസാക്കിയിട്ട് ചിലപ്പോൾ തടവിലിടുക, അല്ലെങ്കിൽ അതിനോട് സമാനമായ വേറെ എന്തെങ്കിലുമൊക്കെ ശിക്ഷാമുറകളൊക്കെ ഉണ്ടാവും ശിക്ഷയായിട്ട്. എന്തായാലും ദാലിക്ക, അതെന്ന് വെച്ചാൽ അൽ ജസാഉൽ മദ്കൂർ, ഈ പറയപ്പെട്ട ശിക്ഷ, ലഹും അവർക്ക്, ഹിസ്യുൻ നിന്യതയാണ്, ദില്ലും നിന്യതയാണ്, ഫിദ്ദുനിയ ദുനിയാവിൽ വെച്ചുള്ളൊരു നിന്യതയാണ്. ഇനി അതുകൂടാതെ വലഹും ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ അവർക്കുണ്ടാവും അദാബിൻ അദീം, വലിയ ശിക്ഷ ഉണ്ടാവും. ഹു അദാബുൻ നാർ, നരക ശിക്ഷയാണ്. ആർക്കൊഴികെ, ഇല്ലല്ലദീന താബു, പശ്ചാത്തപിച്ച് മടങ്ങിയവർക്കൊഴികെ, മിനൽ മുഹാരിബീന, ഈ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത ആളുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയവർക്കൊഴികെ, അല്ലെങ്കിൽ വൽക്കുത്തായി, വഴികൊള്ളയടിക്കാരിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങിയവർക്കൊഴികെ, മിൻ കബലി അൻ തഖദിറു അലൈഹിം, എപ്പോഴാ അവസാനം പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പോരാ. മിൻ കബലി അൻ തഖദിറു, നിങ്ങൾ കഴിവാകുന്നതിന് മുമ്പ്, അലൈഹിം അവർക്കെതിരെ, അതായത് അവരെ പിടികൂടി ശിക്ഷിക്കാനുള്ള ഒരു പക്വത നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പായിട്ട്, അതായത് ആളുകളെന്തോ വഴികൊള്ളയടക്കാർ ആരെയോ കൊന്നു വിവരം കിട്ടി, അവരെ പിടികൂടുന്നതിന് മുമ്പായിട്ട് അവർ പശ്ചാത്തപിച്ച് മടങ്ങണം. പിടികൂടിയതിന് ശേഷം അവസാനം കൊല്ലാൻ നേരമാകുമ്പോൾ ഞങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങി എന്ന് പറയാനല്ല, അതിന് മുമ്പേ എന്ത് ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവർക്കൊഴികെ, അവർക്ക് എന്തുണ്ടാവൂല, ഇതുണ്ടാവൂല. ഫഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് ആഖിറത്തിലുള്ള ശിക്ഷ എന്നുണ്ടല്ലോ, പശ്ചാത്തപിച്ചാൽ പിന്നെ ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാവില്ലല്ലോ. ഫഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹു ഗഫൂറുൻ ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്, മാ അതൗഹു, അവർ ചെയ്തു ഒന്നിന്, റഹീമുൻ ബിഹി, അവരോട് കരുണയുള്ളവനാണ്. ഇങ്ങനെയാണ് അബ്ബറ ബിദാലിക, ഇതുകൊണ്ട് അള്ളാഹ് പരാമർശിച്ചു. അതായത് ഇല്ലല്ലതിന് താബു മിങ്കബിൽ, അങ്ങനെ അള്ളാഹ് പറഞ്ഞോളൂ. അള്ളാഹ് എന്ത് പറഞ്ഞില്ല, ദൂന ഫലാ തുഹദ്ദൂഹും എന്ന് പറയൽ കൂടാതെ, ഫലാ തുഹദ്ദു എന്ന് വെച്ചാൽ അങ്ങനെ അവർ പശ്ചാത്തപിച്ചാൽ ഫലാ തുഹദ്ദൂഹും, അവർക്കുള്ള ഹദ് ശിക്ഷയെ നിങ്ങൾ നടപ്പാക്കേണ്ട എന്ന് പറഞ്ഞില്ല. അതെന്താ അങ്ങനെ പറയാതിരുന്നത്? അതിൽ യുഫീദ, ഇത് അറിയിക്കാൻ വേണ്ടി, അന്നഹു നിശ്ചയം, കാര്യം, അല്ലെങ്കിൽ നിശ്ചയം കാര്യം, ലായസ്കുത്തു അൻഹു, ഈ മനുഷ്യനെ തൊട്ട്, പശ്ചാത്തപിച്ച മനുഷ്യനെ തൊട്ട് ഒഴിവായി പോവുകയില്ല, ബി തൗബതി, അവൻ്റെ പശ്ചാത്താപം കാരണത്താൽ, ഹുദൂദുള്ള, അള്ളാഹുവിൻ്റെ ഹദ്ദുകളല്ലാതെ, ദൂന ഹുക്കൂക്കിൽ ആദമീൻ, മനുഷ്യരുള്ള ഹക്കടപാടുകൾ എന്താവൂല, പോവുകയില്ല. അള്ളാഹുവിനുള്ള ഹക്കടപാടുകൾ എന്താകും, അള്ളാഹ് മാപ്പാക്കി കൊടുക്കും, അല്ല ഹദ്ദുകൾ, അള്ളാഹുടെ ഭാഗത്തുനിന്നുള്ള ഹദ്ദുകൾ. അല്ലാതെ എന്തുണ്ടാവൂല, മറ്റേത് നടക്കൂല. മനുഷ്യരോടുള്ള ഹക്കടപാടുകൾ അതെന്താവൂല, അതൊഴിവാവൂല. അപ്പോൾ ഹദ്ദ് ശിക്ഷ അവിടെ എന്തായാലും നടക്കും. മനസ്സിലായല്ലോ? കഥ ഇപ്രകാരം ലഹറിൽ എനിക്ക് വെളിവായി. ഇങ്ങനെയാണ് ആര് പറയുന്നത്, ബഹുമാനപ്പെട്ട സുയ്യിത്തിമാൻ പറയുന്നത്. ഇങ്ങനെയാണ് എനിക്ക് വ്യക്തമായത്, എനിക്ക് മനസ്സിലാകുന്നത്. വലമറ ഞാൻ കണ്ടിട്ടില്ല. മൻ താറല, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മൻ താറല, അത് പറയാൻ വേണ്ടി ഇടപെട്ട, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇടപെട്ട, അതിനു വേണ്ടി വെളിവായ ആരും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു ആരും. ഫൈദ കുത്തില, ഫൈദ അഹദ, ഒരാൾ ഫൈദ കത്തല, കൊല്ലുകയും ചെയ്തു, അഹദൽ മാല, പൈസ എടുക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ യുക്കുത്തഉ വയുക്കുത്തഉ, അയാളെ കൊല്ലപ്പെടും. എന്നിട്ട് വയുക്കുത്തഉ, അയാളുടെ കയ്യും കാലും ഒക്കെ മുറിക്കപ്പെടും. വലാ യുസ്ലബു, അയാളെ ക്രൂശിക്കപ്പെടുകയില്ല. വഹു അസഹു കൗലൈ ഷാഫി, ഷാഫി ഇമാമിൻ്റെ രണ്ട് കൗലിൽ അസഹായത് അതാണ്. വലാ തുഫീദു തൗബത്തുഹു ബഅദൽ ഖുദ്റത്തി അലൈഹി, വലാ തുഫീദുൽ തൗബത്തുഹു, അവൻ്റെ പശ്ചാത്താപം ഉപകാരപ്പെടുകയില്ല. ബഅദൽ ഖുദ്റത്തി അലൈഹി, അയാൾക്കെതിരെ കഴിവായതിനു ശേഷം, അയാളെ പിടികൂടാൻ ഏതെങ്കിലും ഒരു വിധത്തിൽ അയാളെ പിടികൂടാൻ കഴിഞ്ഞതിന് ശേഷം അയാൾ പിന്നെ പശ്ചാത്തപിച്ച് ആ പശ്ചാത്താപം കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഓ അസഹു കൗലൈഹി ഐല, അതും അള്ളാഹുവിൻ്റെ രണ്ട് കൗലുകളിൽ നിന്ന് അത് ഷാഫിമാൻ്റെ രണ്ട് കൗലുകൾ അസഹായതാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ, ഖാഫു ഇഖാബ, അള്ളാഹിൻ്റെ ശിക്ഷ നിങ്ങൾ ഭയപ്പെടണേ, ബി അൻ തുതിഉഹു, നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടൽ കൊണ്ട്, അബ്തഗൂ, നിങ്ങൾ തേടണേ, ഉത്ലുബൂ ഇലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ തേടണേ, അൽ വസീല തേടണേ, മാധ്യമത്തെ തേടണേ. മാധ്യമത്തെ ചില ഒന്ന് യുകരിബൂ, അത് നിങ്ങൾ അടുപ്പിക്കും, ഇലൈഹി, അള്ളാഹുവിലേക്ക്, മിൻ താഅത്തി, അതെന്തിനാൽ, അള്ളാഹുവിനെ വഴിപ്പെടലിനാൽ. വജാഹിദൂ ഫീ സബീലി, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ പോരടിക്കണേ, ലീലായി ദീനി, അള്ളാഹുവിൻ്റെ ദീനിനെ ഉയർത്താൻ വേണ്ടി, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങളെ വിജയികളാകാൻ വേണ്ടി, തഫൂസനെ, നിങ്ങളെ വിജയിക്കാൻ വേണ്ടി. ഇന്നല്ലദീന, നിശ്ചയ ഒരു കൂട്ടർ, കഫറു, അവർ സത്യം നിഷേധിച്ചിരിക്കുന്നു, ലൗ സബത, സ്ഥിരപ്പെട്ടാൽ, അന്ന ലഹും മാ ഫിൽ അർദി ജമീഅ, അതായത് അങ്ങനെ ഇല്ല, ഇനി ലൗ സബത സ്ഥിരപ്പെട്ടാൽ എന്ത്, അന്ന ലഹും അവർക്കുണ്ട് എന്നത്, മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അവരുടേതാണ്. അങ്ങനെ ഭൂമിയിലുള്ളതെല്ലാം എന്ന് വെച്ചാൽ ഭൂമിയിലുള്ളതിനൊക്കെ സമാനമായ ഒന്ന് അവർക്കുണ്ട്. പിന്നെ അതുപോലെ ആ ഭൂമിയിലുള്ളതെല്ലാം അവർക്കുള്ള, പിന്നെ ഓമിസിലഹു, അതുപോലെയുള്ളതും അവർക്കുണ്ട്. അപ്പോൾ ഭൂമിയും അതിലുള്ള സാധനവും അതിൻ്റെ വേറെ അതിൻ്റെ ഡബിൾ
അതും കൂടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ മാഹു അവനോടൊപ്പം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതാണ് ലൗസബത്ത്. അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിച്ചു. എന്തിനു വേണ്ടി? ലിയഫ്തദൂ, അവർ ഫിദിയ നൽകാൻ വേണ്ടി, പ്രായച്ചിത്തം നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിദിയ അതിൻ്റെ എന്താണ് മോചനമാക്കാൻ വേണ്ടി, അത് വെച്ചിട്ട് ഒരു മോചനം കിട്ടാൻ വേണ്ടി അങ്ങനെ അവർ ഫിദിയായിട്ട് നൽകാൻ വേണ്ടി അവർക്ക് ഭൂമിയിലുള്ള സാധനങ്ങളുണ്ട്, അതുപോലെയുള്ള വേറെയുണ്ട്. മിൻ അദാബി യൗമിൽ ഖിയാമ, അന്ത്യദിനത്തിലെ ശിക്ഷയെ തൊട്ട് ഉള്ള, അതുകൊണ്ട് അവർ ഫിദിയ കൊടുക്കാൻ വേണ്ടി അവർക്കതുണ്ട് എന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മാതുഖുബ്ബില മിൻഹും, അവരിൽ നിന്നും അതിന് സ്വീകരിക്കപ്പെടുകയില്ല. അവർ കാഫിര്യങ്ങളാണല്ലോ, എന്തെല്ലാം ചെയ്താലും സ്വീകരിക്കപ്പെടുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്.